നോർത്തേൺ അയർലൻഡ് വഴി ഡൊണഗലിലേക്കുള്ളൊരു യാത്ര അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇതൊരു ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ബ്രേക്കുകളൊക്കെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 3-3.5 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തി മക്കളെ. അവിടെ ഞങ്ങൾ കണ്ടൊരു കാഴ്ച എല്ലാ വീടുകളിലും കൗണ്ടി ഡൊണഗലിന്റെ ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ വീടിൻ്റെയും ഫെൻസിലും വാളിലും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ ഡോൾസ് എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. ആ ഡോൾസ് ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നോ. ഡൊണഗൽ എത്തിയതിന് ശേഷം ഞങ്ങൾ ആദ്യം സന്ദർശിക്കാൻ പോയത് നമ്മുടെ സീക്രട്ട് വാട്ടർഫോൾ ആണ് കേട്ടോ. സംഭവം ഇത്തിരി അഡ്വഞ്ചറസ് ഒക്കെ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ ഗേറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരും സ്വന്തം റിസ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാവൂ എന്ന്. എന്നാലും ഞങ്ങളൊന്ന് ആ വാട്ടർഫോൾ കാണാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ അതിമനോഹരമായ ആ കൂറ്റൻ പാറക്കെട്ടുകളൊക്കെ കടന്ന് ഞങ്ങൾ നമ്മുടെ ഹിഡൻ ജെം ആയ സീക്രട്ട് വാട്ടർഫോളിലേക്ക് എത്തിയിരിക്കുകയാണ്. സംഭവം ഇത്തിരി അഡ്വഞ്ചറസ് ഒക്കെ ആണെങ്കിലും സംഭവം പൊളിയാണ് കേട്ടോ. വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് നിന്ന് ബീച്ചിലേക്കുള്ള ആ വ്യൂ അതിമനോഹരം തന്നെ. അപ്പോൾ ലൈഫിൽ അല്പം സ്വല്പം സാഹസികതയ്ക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഈ ഡെസ്റ്റിനേഷൻ പോയിന്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും മറക്കാതെ നിങ്ങളുടെ ട്രാവൽ ഡയറിയിൽ ഈ ഡെസ്റ്റിനേഷൻ പോയിന്റ് കുറിച്ചിട്ടോളൂ. മറക്കല്ലേ നമ്മുടെ ഡൊണഗലിലെ സീക്രട്ട് വാട്ടർഫോൾ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് അതിമനോഹരമായ ഡൊണഗൽ കാസിലിലേക്കാണ്. 15-ാം നൂറ്റാണ്ടുകളിൽ പണികഴിപ്പിച്ച ഈ അതിമനോഹരമായ കാസിലിൽ താമസിച്ചിരുന്നത് അയർലൻഡിലെ പ്രമുഖ കുടുംബമായ ഓഡോണൽ ഫാമിലിയാണ് കേട്ടോ. ഈ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ അതിതീക്ഷ്ണമായ ചരിത്രവും പിന്നീട് അത് നേരിടേണ്ടി വന്നിട്ടുള്ള ധാരാളം പോരാട്ടങ്ങളും പിന്നീട് അതിൻ്റെ പുനർനിർമ്മാണങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. 17-ാം നൂറ്റാണ്ടിൽ ഈ കൊട്ടാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തെങ്കിലും ഇന്ന് ഇതൊരു അയർലൻഡിലെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കാസിലിലെ കാഴ്ചകളൊക്കെ കണ്ട് നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടുതൽ വീഡിയോ കാണാനായി പ്ലീസ് സബ്സ്ക്രൈബ്.